I'm extremely happy to be here in Kottayam today. When I express happiness, it is because I was told that Kottayam is Akshar Nagari, land of letters. And I came to politics much later. But before that, I was a media person myself. I was a journalist. And so, coming to the land of letters, coming to Akshar Nagari, naturally makes me happy. ഇവിടെ കോട്ടയത്ത് വരാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കോട്ടയം അക്ഷര നഗരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കടന്നുവരുന്നതിന് മുൻപ് ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളോടുള്ള പ്രതിപത്തി അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അക്ഷരങ്ങളുടെ നഗരിയായിട്ടുള്ള ഈ കോട്ടയത്ത് വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. Though I would like to tell all the young men here, young boys, young girls, and all parents here, that the age has now changed. It is not only people who do not know to read and write, who are unfamiliar with letters, who can be called illiterate, but even those who are unfamiliar with the computer, unfamiliar with the internet, it is they also who can be called illiterate. Therefore, in order to become illiterate, all young boys and girls and all parents who have young children must make them literate with computers and with the internet. മുൻപ് പണ്ടുകാലങ്ങളിൽ എഴുതാനും വായിക്കാനും അറിയാത്തവരെയാണ് നിരക്ഷരർ എന്ന് പറയാറ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്തവരെ മാത്രമല്ല, ആധുനികമായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യ, ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉൾപ്പെടെ വിവര സാങ്കേതിക വിദ്യയിൽ ആ വിവര സാങ്കേതിക വിദ്യ അറിയാത്തവരെയും ഇന്ന് നിരക്ഷരരായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ യുവതീ യുവാക്കന്മാരും അതുപോലെ അവരുടെ രക്ഷാകർത്താക്കളോടും എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, അവരെല്ലാവരും ഈ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ, വിവര സാങ്കേതിക വിദ്യയിൽ കൂടി അറിവും അതിൽ പരിജ്ഞാനവും നേടണം എന്നുള്ളതാണ്. And I do not give advice publicly to people unless I am willing to follow it. I remember I was pretty old at that time when Narasimha Rao became the Prime Minister of India. And I went to Narasimha Rao ji. I said, I may be a member of Parliament, but I regard myself as an illiterate in the present age. And therefore, I have come to request you to arrange a computer class for all MPs. He said, will MPs come? I said, whether anyone else comes or not, I will certainly come. And therefore, you issue a circular that a class will be held. You call someone from the Computer Maintenance Corporation, let them teach us. And so, from 3 o'clock to 5 o'clock in Parliament House, there used to be a computer class for MPs, and I remember going there regularly. സാധാരണഗതിയിൽ ഈ
കമ്പ്യൂട്ടർ പഠിക്കുന്നതിനുള്ള പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ആ കാലത്ത് ശ്രീ അഡ്വാനിജി സ്വാഭാവികമായും അദ്ദേഹവും കുറച്ച് പ്രായമുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ നരസിംഹറാവുവിനെ നേരിട്ട് കണ്ട് ഒരിക്കൽ അഭ്യർത്ഥിച്ചു, ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഈ യുഗത്തിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്തതൊരു വലിയ പോരായ്മയാണ്. അതുകൊണ്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ ക്ലാസ് അറേഞ്ച് ചെയ്യണം. നരസിംഹറാവുജി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഏതെങ്കിലും എംപിമാര് വരുമോ? അഡ്വാനിജി പറഞ്ഞു, മറ്റാരെങ്കിലും വരുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ ഞാൻ വരാൻ തയ്യാറാണ്. അങ്ങനെ പാർലമെന്റ് മന്ദിരത്തിൽ വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ക്ലാസ് ആരംഭിച്ചു. അതിൽ സ്ഥിരമായിട്ട് ഞാൻ പോകുമായിരുന്നു. ഞാനിത് പറയാൻ കാരണം, സാധാരണഗതിയിൽ ഒരു പൊതുസ്ഥലത്ത് ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്നത് ശരിയല്ല. സ്വയം പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഉപദേശങ്ങൾ കൊടുക്കാനേ പാടില്ല. അങ്ങനെ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള നിങ്ങളോട് നടത്തിയിരിക്കുന്ന അഭ്യർത്ഥന അത് ഞാൻ സ്വയം പ്രാവർത്തികമാക്കി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പരസ്യമായിട്ട് നിങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. Today, however, I have come here in connection with my Jana Chetna Yatra. And I must tell you that in my entire life, I have undertaken 6 yatras. And this is the 6th. No other yatra has given me as much satisfaction as this one. And in no other yatra have I received and has the yatra received as much public support as in this one. എന്റെ ജീവിതത്തിൽ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇത് 6ാമത്തെ യാത്രയാണ്. പക്ഷെ ഈ യാത്രയിൽ ലഭിച്ചിട്ടുള്ളതുപോലെയുള്ള പൊതുജനങ്ങളുടെ സഹകരണവും പിന്തുണയും മറ്റൊരു യാത്രയിലും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. And Kerala, as always, is something unprecedented. Even our first national conference that was held in Kerala way back in 1967 with Pandit Deendayal Upadhyaya as the president in Calicut. It wasn't called Kozhikode at that time. It was Calicut at that time. That was a unique conference. And so, right from Trivandrum last evening, and the whole day today, from Thiruvananthapuram proceeding to Ernakulam, all the way the kind of reception that this yatra has been getting has been unprecedented. No wonder in Kottayam also it is the same enthusiasm. കേരളം എല്ലായ്പ്പോഴും താരതമ്യങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്, സ്ഥലമാണ്. അഭൂതപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കാറ്. അഭൂതപൂർവമായിട്ടുള്ള സമ്മേളനമായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ആദ്യത്തെ പൊതുപരിപാടി ഇന്നലെ തിരുവനന്തപുരത്ത് കഴിഞ്ഞതിന് ശേഷം എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിൽ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ കൊട്ടാരക്കരയിലും പന്തളത്തും ഉൾപ്പെടെ വഴിനീളെ ലഭിച്ചിട്ടുള്ള ആ സ്വീകരണങ്ങള് ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കോട്ടയത്ത് നൽകിയിരിക്കുന്ന ഈ സ്വീകരണവും അഭൂതപൂർവമായിട്ടുള്ള സ്വീകരണമാണ്. Two principal objectives. One, to make the people realize and understand that government having become corrupt should not demoralize the people. The people are not corrupt. The government is corrupt. Those in New Delhi have
got used to easy money. And therefore, from every issue, they try to make money for themselves. And it's disgusting. In the last 2 years, the kind of reports the country is getting and the kind of reports the world is getting has lowered the reputation of India, not merely of the present UPA government. And therefore it is that I decided to undertake this yatra only to tell the people that government may be corrupt, but there is no reason why the people of India should allow the reputation of the country to be besmirched. ഈ യാത്രയുടെ Indians abroad have a high reputation, whether they are doctors, whether they are in the field of information technology, whether they are lawyers, barristers, teachers, whatever they are, the world over they have a high reputation. In India also, the bulk of the population who serve the country in their own way, they serve the people in their own way, are honest people. It is only a few in terms of the whole population, they are a few. But those few give us such a bad name that if we tolerate them, then we also become sullied. Therefore, we should not tolerate MPs, MLAs, ministers, governments which are corrupt. That we will not in any way indulge in corruption. In fact, for this yatra, there are 2 lines in Hindi which say, "Na rishwat lenge, na rishwat denge, bhrashtachar mitayenge." This is the sum and substance of the first objective of the yatra. വിദേശത്ത് അത് The second objective of this yatra is that India is a huge country. Large parts of it are undeveloped. A large section of the population is poor. And therefore, the country's growth needs resources. Do we have adequate resources? I would say that India has adequate resources, though all the resources are not within the country. A large part of the wealth has been taken away by the affluent people and put into foreign banks of Switzerland, of other tax havens. The BJP set up a task force of 4 highly competent individuals headed by Professor Vaidyanathan of Bangalore, a professor of finance who has made a special study of wealth of Indians taken abroad and stored in Western banks, Switzerland, other countries. And this task force made an assessment as to how much money may have been stashed away abroad. Would you believe it? That the estimate made by this task force as well as several other such bodies approximates that a total amount of 25 lakh crore rupees has been stashed away in Swiss banks. 25 lakh crore rupees. ഭാരതീയ There is all the talk of scandals, scams. The worst is supposed to be the 2G spectrum scam, in which the Comptroller and Auditor General has said that the nation lost how much? 1,76,000 crores. ഇന്ന് രാജ്യത്ത് നടക്കുന്ന
76,000 crores means less than 2 lakh crores. 1,76,000 is less than 2 lakhs. 2 lakh crores were lost by the country because of this scam. Several ministers are in jail because of that. Though I have been saying everywhere that why is it that only ministers not belonging to the Congress are in jail, when everyone knows that these ministers, I have no sympathy for these ministers because they do not belong to the Congress. But everyone knows that senior Congress ministers also were hand in glove with them. They endorsed what they did. These people had approval from the senior ministers. Then why is it that Congress ministers have not been punished because of that? Only because they are allies, dispensable. I demand that the CBI be asked to probe the role of all those other Congress ministers also who have been named in connection with the 2G spectrum scam. ഭാരതീയ And that probe should be monitored by the Supreme Court itself. ആ അന്വേഷണം സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തണം എന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം. As it is, if these 25 lakh crores supposedly in Swiss banks are brought back to India, I can tell you the whole face of India would change. This amount, when it comes back, my suggestion to government would be that let this entire wealth be invested in the villages of India, not in the cities and towns. In the villages of India, which today lack elementary facilities. In India, and if 25 lakh crores were to be invested in these 6 lakh villages, not a single village will remain which is without electricity, which is without proper drinking water. Not a single farmer in these villages would remain whose field, whose farm doesn't have adequate water. There will be not a single village where there is not a proper school, where there is not a proper dispensary, there is not a pakka road. This would be the kind of prosperity that we would bring to rural India if these 25 lakh crores are brought back to India. ഈ രാജ്യത്ത് 6 ലക്ഷം ഗ്രാമങ്ങളാണുള്ളത്. ഈ 6 ലക്ഷം ഗ്രാമങ്ങളില് വിദേശത്തു നിന്നുള്ള 25 ലക്ഷം കോടി രൂപ വരുന്ന വിലമതിക്കുന്ന കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ ഗ്രാമങ്ങളിൽ ഇന്ന് അപര്യാപ്തതകളുടെ നിരവധി കഥകളാണ് നമുക്ക് കേൾക്കാനുള്ളത്. അവിടെയുള്ള സ്കൂളുകള്, അവിടെയുള്ള വിദ്യാഭ്യാസം, അതുപോലെ ആ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ കൃഷിഭൂമി, ആ കൃഷിഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ജലസേചനം, അങ്ങനെ ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകളിലൊക്കെ തന്നെ വലിയൊരു ഉണർവുണ്ടാക്കാൻ ഈ പണം പ്രയോജനപ്പെടും. I've been giving 3 slogans to sum up the objectives of this yatra. Those slogans are in Hindi, but I was happy to find that it is simple Hindi, and therefore even in the northeast, even in Assam, even in Arunachal, even in other parts, they were able to spell it, chant it. I will explain to you just one. Bhrashtachar, and the response should be mitayenge. Bhrashtachar means corruption. Mitayenge means we will finish it. ഈ യാത്രയുടെ ഭാഗമായിട്ട് 3 മുദ്രാവാക്യങ്ങള് ഞാൻ ഈ എല്ലാ പൊതുയോഗങ്ങളിലും Bhrashtachar, and you say mitayenge. Bhrashtachar. Bhrashtachar. The second slogan is, I will say Kala Dhan, means black money, and you will say Vapas Layenge. രണ്ടാമത്തെ മുദ്രാവാക്യം കള്ളപ്പണം, കാലാധൻ, കള്ളപ്പണം. അപ്പോ തിരിച്ച് നമ്മുടെ മുദ്രാവാക്യം വിളിക്കേണ്ടത്
വാപസ് ലായെങ്കെ തിരിച്ചു കൊണ്ടുവരും. അതാണ് മുദ്രാവാക്യം. काला धन, काला धन वापस लाएंगे, bring it back, we'll bring it back. So first is भ्रष्टाचार मिटाएंगे, काला धन वापस लाएंगे, and the consequence of that would be that we will have a new India. I will say Bharat Desh and you will respond नया बनाएंगे. Bharat Desh is Bharat Mata, India, and we will build a new. Bharat Desh नया बनाएंगे. Bharat Desh, Bharat Desh. So with these three slogans, I have tried to sum up the entire purpose of the Yatra. Let us do it. It is not that we want to change the government or do this. Of course, that is when the time comes, you will decide. Don't compromise with corruption of any kind. That should be the approach. And let us bring back all the wealth that belongs to us, that has been stashed away in foreign countries. I tell you that no power on earth can prevent this 21st century from becoming India's century. ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഈ യാത്രയുടെ ഉദ്ദേശം ഈ രാജ്യം ഈ നാടിനെ भारत माता की, भारत माता की, वंदे, वंदे, धन्यवाद.